ഹായ് മക്കളെ, അങ്ങനെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ ഇരുന്ന 2025 നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് കൃത്യമായി ഒരു മാസത്തിനിപ്പുറം ഇന്ന് വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ പരീക്ഷ ഇന്ത്യയിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും കുട്ടികളുടെയും എല്ലാം പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് വ്യത്യസ്തമായ കുറച്ചുകൂടെ ടഫർ ലെവലിലുള്ള ഒരു JEE ടൈപ്പിലൊക്കെ നടന്ന പരീക്ഷയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അങ്ങനെ ആ ഒരു പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത 1-2 ദിവസങ്ങൾക്കകം നമ്മൾക്ക് ഒരു പ്രഡിക്ഷനിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് താഴും, സാധാരണഗതിയിലായിരിക്കില്ല, കട്ട് ഓഫ് ഒരുപാട് താഴെ പോകാൻ സാധ്യതയുണ്ട്. ഓൾ ഇന്ത്യ റാങ്ക് അടക്കമുള്ള കേരളത്തിലെ 1ാം റാങ്ക് അടക്കമുള്ളതെല്ലാം വളരെ ചെറിയ മാർക്കിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള പ്രഡിക്ഷനിലേക്ക് എല്ലാവരും ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ ഇന്ന് റിസൾട്ട് വന്നപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടികളുടെ റാങ്കുകളെല്ലാം അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ പുതിയ കാര്യങ്ങൾ, നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യാത്ത ചില ഫിനോമിനകൾ ഇപ്രാവശ്യം എസ്പെഷ്യലി കേരളത്തിലെ കുട്ടികൾ നേരിടാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും മറ്റുമൊക്കെ ഈ റിസൾട്ട് അനാലിസിസ് ഒക്കെ നടത്തുന്നത് കണ്ടു. പക്ഷെ ആരും പറയാത്ത ചില വിഷയങ്ങൾ ഇപ്രാവശ്യത്തെ ഈ ഒരു നീറ്റ് റിസൾട്ടിലുണ്ട്. അതാണ് ഞാൻ കേരളത്തിലെ പ്രത്യേക സാഹചര്യം എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് ഇപ്രാവശ്യത്തെ ഈ ഒരു നീറ്റ് റിസൾട്ടിൽ നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ, അതുപോലെ ഇപ്രാവശ്യം നമ്മുടെ കുട്ടികളും പാരൻസും ഇപ്പോൾ ഈ റാങ്ക് വന്ന ശേഷം നിങ്ങൾ അഡ്മിഷനെ കുറിച്ചും അലോട്ട്മെൻറ്റിനെ കുറിച്ചും നിങ്ങളുടെ കോളേജിനെ കുറിച്ചൊക്കെ സ്വപ്നം കാണുന്ന കുട്ടികൾ, നിങ്ങൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ, അതുപോലെ തന്നെ കട്ട് ഓഫ് നമ്മളെല്ലാവരും പറഞ്ഞ പോലെയാണോ? ഇപ്പോൾ കേരളത്തിലൊക്കെ പല ഇൻസ്റ്റിറ്റ്യൂഷനും 500 ആകും, 510 ആകും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പ്രഡിക്റ്റ് ചെയ്തത്, ഞാൻ ഓർക്കുന്നു 520 കട്ട് ഓഫ് പറഞ്ഞിരുന്നത് എൻ്റെ വീഡിയോയിൽ മുൻപ്. അപ്പോൾ അവിടെ നിന്നൊക്കെ കുറച്ചുകൂടെ കട്ട് ഓഫ് പൊന്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് വളരെ കുറഞ്ഞ സമയത്ത് ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ എക്സാമിനെ കുറിച്ച്, ഈ റിസൾട്ടിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്ന് നമുക്ക് അവസാനിപ്പിക്കാം. സോ ഗൈസ്, ഇപ്രാവശ്യം നമ്മൾ കണ്ടു ഓൾ ഇന്ത്യ റാങ്ക് 686 ആണ് ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്കിലേക്ക് വന്നിട്ടുള്ളത്. ഒരു ടഫായിട്ടുള്ള പരീക്ഷയായിരുന്നു. വളരെ ടഫ് ലെവലിൽ നടന്നൊരു പരീക്ഷയിൽ ഇത്രയും ഒരു മാർക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹ്യൂജ് കാര്യം തന്നെയാണ്. എന്നാൽ നമ്മൾ കേരളത്തിലെ 1ാം റാങ്കിലേക്ക് വരുമ്പോൾ 643 കേരളത്തിലെ ഫസ്റ്റ് റാങ്ക് വരുന്നത്. 643 മാർക്ക്, ഏകദേശം 43 മാർക്കിൻ്റെ വ്യത്യാസമുണ്ട്. ആ മാർക്കിൻ്റെ വ്യത്യാസത്തിലല്ല പ്രശ്നം, റാങ്കിൻ്റെ വ്യത്യാസത്തിലാണ്. അതായത് ഓൾ ഇന്ത്യ 100-നകത്ത് കേരളത്തിൽ നിന്ന് ഒരു കുട്ടിയും ഇല്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ റാങ്ക് വാങ്ങിച്ച മുഴുവൻ മിടുക്കന്മാരെയും, റാങ്ക് കിട്ടാതെ പോയ എന്നാൽ കഴിഞ്ഞ വർഷം നന്നായി കഷ്ടപ്പെട്ട മുഴുവൻ മിടുക്കന്മാരെയും മിടുക്കികളെയും നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. അവരുടെ റാങ്കും ഒക്കെ അതൊക്കെ മാറ്റി നിർത്തിയാലും അവരുടെ കഷ്ടപ്പാടിനെയും അവരുടെ സ്ട്രഗിൾസിനെയും ഒക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. റാങ്ക് കിട്ടിയവരെയും കിട്ടാത്തവരെയും ഒരുപോലെ അഭിനന്ദിക്കുകയാണ്. കിട്ടാത്തവർക്ക് ഇനിയും ഉയർന്ന് നന്നായി പഠിച്ച് നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടട്ടെ. കിട്ടിയ ആളുകൾ നിങ്ങളുടെ കോളേജ് ജീവിതം മനോഹരമായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. വാട്ടെവർ. നോക്കൂ, നമ്മുടെ ഒരു റിസൾട്ട് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ആദ്യത്തെ 100-നകത്ത് കേരളത്തിൽ നിന്ന് ഒരു കുഞ്ഞു പോലും ഇല്ല ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച്, ആധികാരികമായ വിവരങ്ങൾ അനുസരിച്ച്. അപ്പോൾ എല്ലാ തവണയും പരീക്ഷ ടഫാകുമ്പോൾ 2018 ഇതിനു മുൻപ് കുറച്ചെങ്കിലും ഒരു ടഫ് ലെവൽ പരീക്ഷ നടക്കുന്നത് 2018 അന്ന് ഓൾ ഇന്ത്യയിലെ 53-ാമത്തെ റാങ്ക് മറ്റോ ആണ് കേരളത്തിലെ 1ാം റാങ്ക്. എൻ്റെ ഒരു ജൂനിയർ ആയിരുന്നു, ജിസ്മരിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എൻ്റെ ജൂനിയർ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, പരീക്ഷ ടഫാകുന്ന വർഷങ്ങളിലെല്ലാം കേരളത്തിലെ 1ാം റാങ്ക് ഓൾ ഇന്ത്യയുടെ 10-നകത്തോ 20-നകത്തോ 30-നകത്തോ ഇല്ലാതെ വളരെ താഴേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും JEEയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണിത്. JEEയിലെ ടോപ്പ് റാങ്കുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നില്ല എന്നൊരു റിയാലിറ്റി. അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ടഫ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഫിസിക്സ് ന്യൂമറിക്കൽ ലെവലിൽ ടഫിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അത്തരം ലെവലിലുള്ള ഒരു പ്രോബ്ലം മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ചെറിയ ക്ലാസ്സുകൾ മുതൽ തന്നെ ആ ഒരു ലെവലിൽ, കോമ്പറ്റേറ്റീവ് ലെവലിൽ പഠിച്ചു വരുന്ന കുട്ടികളെ മറികടക്കുന്നതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രയാസം നേരിടുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടെ ഈ ഒരു എക്സാമിൻ്റെ റിസൾട്ട് നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്, നമ്മുടെ മുന്നിൽ വിളിച്ചോതുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ അത് നമുക്ക് വിശദമായ പിന്നൊരു അനാലിസിസിൽ കുറേ അധികം കാര്യങ്ങൾ എങ്ങനെ നമുക്കിത് മറികടക്കാം എന്നൊക്കെ ഉള്ളത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇതൊരു വലിയ റിയാലിറ്റിയാണ്. ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം,
നമ്മൾ കേരളത്തിലെ 1ാം റാങ്ക് 100-നകത്തില്ല. അപ്പോൾ കേരളത്തിലെ മറ്റ് റാങ്കുകളും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ടോപ്പ് റാങ്കുകളിൽ കേരളത്തിലെ കുഞ്ഞുങ്ങൾ കുറവാണ് എന്ന യാഥാർത്ഥ്യം വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമ്മുടെ രാജ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്നറിയപ്പെടുന്ന സ്ഥാപനങ്ങൾ, എയിംസ് പോലെയുള്ള, അപ്പോൾ എയിംസ് നമ്മൾ എടുത്താൽ എല്ലാ എയിംസിലേക്കൊന്നും കുട്ടികളുടെ വലിയ ഒഴുക്കില്ല. അതൊരു യാഥാർത്ഥ്യം. പല എയിംസ് എന്ന് പറയുന്ന പദവി ഉണ്ടെങ്കിലും സൗകര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ലഭിക്കാത്ത, അല്ലെങ്കിൽ പലതും ഉൾപ്രദേശങ്ങളിലും ചെറിയ സിറ്റികളിലൊക്കെ ഉള്ള എയിംസുകളുണ്ട്. അപ്പോൾ ഡൽഹി എയിംസ് ആണ് നമ്മുടെ കുട്ടികൾ സാധാരണ സെലക്ട് ചെയ്യുന്ന ടോപ്പ് റാങ്കുകൾ സെലക്ട് ചെയ്തിരുന്ന ഒരു പ്ലേസ്. അപ്പോൾ അവിടേക്ക് കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ ഇപ്രാവശ്യം തുലോം കുറവായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ OBC കാറ്റഗറിയിലോ മറ്റൊക്കെ ആയിട്ട് അങ്ങ് EWS ഒക്കെ പോലെയുള്ള കാറ്റഗറികൾ, EWS കുറച്ചുകൂടെ OBCയേക്കാൾ കയറാൻ സാധ്യതയുണ്ട് EWS. അപ്പോൾ അങ്ങനെയൊക്കെ കയറിയിട്ട് കുറച്ച് കുട്ടികൾ എത്തിയാലേ ഉള്ളൂ എയിംസിലേക്കും മറ്റും. നോക്കൂ, പരീക്ഷ സിമ്പിൾ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയല്ല. പരീക്ഷ സിമ്പിൾ ആകുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു, ഓൾ ഇന്ത്യയിൽ 1ാം റാങ്കിലും 2ാം റാങ്കിലും 3ാം റാങ്കിലൊക്കെ കേരളത്തിലെ കുട്ടികൾ വരും. അപ്പോൾ പരീക്ഷ ഇങ്ങനെ ടഫായി നടന്നപ്പോൾ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുൻപത്തെ വർഷവും അതിന് കഴിഞ്ഞ 3-4 വർഷങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള കേരളത്തിലെ കുട്ടികളുടെ ഒഴുക്ക്, അല്ലെങ്കിൽ കേരളത്തിലെ കുട്ടികൾ ഇല്ല എന്ന് തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുകയാണ്. അതേപോലെ നമ്മുടെ ജിപ്മർ പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക്, അപ്പോൾ ഇത്തരം വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് കേരളത്തിലെ കുട്ടികൾ എത്തിപ്പെടില്ല എന്നൊരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നേരിടാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഇതിലേക്കൊക്കെ ഓൾ ഇന്ത്യ റാങ്കുകളുടെ അടിസ്ഥാനത്തിലാണ് മെറിറ്റ് വരുന്നത്. ഇപ്പോൾ ഓൾ ഇന്ത്യയിലെ OBC റാങ്ക്, ഓൾ ഇന്ത്യയിലെ ജനറൽ, ഓൾ ഇന്ത്യയിലെ EWS, ഓൾ ഇന്ത്യയിലെ SC ST ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ റാങ്കിൽ പിന്നോട്ടാണെങ്കിൽ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത് കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടികളടക്കം വരാൻ പോകുന്നത് എങ്ങോട്ടാണ്? കേരള കോട്ടയിലെ അഡ്മിഷനിലേക്കാണ്. മുൻ വർഷങ്ങളിൽ നമ്മുടെ ടോപ്പ് റാങ്കേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ, നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ടോപ്പ് റാങ്ക് കിട്ടിയ പല കുട്ടികൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ആ കുട്ടികൾക്ക് ഇപ്പം അങ്ങോട്ട് പോകാൻ ഓപ്ഷൻ ഇല്ല. അപ്പം അവർ കൂടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിലെ MBBS സീറ്റുകൾ, കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ MBBS സീറ്റുകൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോട്ടയും 15% ഓൾ ഇന്ത്യ കോട്ടയും അടങ്ങിയതാണ്. ആ സ്റ്റേറ്റ് കോട്ടയിലേക്ക് ഇവർ വരും എന്നുള്ളതാണ്. ഇവർ കൂടെ സ്റ്റേറ്റ് കോട്ടയിലേക്ക് വരും. സ്റ്റേറ്റ് കോട്ടയിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് കോട്ടയിലെ കോമ്പറ്റീഷൻ ഇച്ചിരി ഉയരാനുള്ള സാധ്യതയുണ്ട്. വളരെ ചെറിയ അളവിലാണെങ്കിലും സ്റ്റേറ്റ് കോട്ടയിലെ കോമ്പറ്റീഷൻ ഉയരാൻ സാധ്യത കൂടുതലാണ്. അടുത്തൊരു കാര്യം, ഇനി ഓൾ ഇന്ത്യ കട്ട് ഓഫ് എത്രയായിരിക്കും ഇപ്രാവശ്യം? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പ്രഡിക്റ്റ് ചെയ്തത് 520 ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് ഉറപ്പിച്ചു പറയാം, 525-ൻ്റെയും 530-ൻ്റെയും ഇടയിലായിരിക്കും. ഇത് ഡിറ്റോ ആണ് കേരളത്തിലെ കുഞ്ഞുങ്ങൾക്കുള്ള കട്ട് ഓഫ്. ഉറപ്പിച്ച് പറയാം, 525-ൻ്റെയും 530-ൻ്റെയും ഇടയിലായിരിക്കാം. മോസ്റ്റ് പ്രോബബിലി ഞാൻ എടുക്കുകയാണെങ്കിൽ, ഒരു മാർക്ക് എടുക്കുകയാണെങ്കിൽ 528 മാർക്കൊക്കെ കട്ട് ഓഫ്, അല്ലെങ്കിൽ 527. ഓക്കെ, ഇതിൻ്റെ ഒരു ഇൻ ബിറ്റ്വീനുള്ള ഒരു ലെവലിലാണ് കട്ട് ഓഫ് വരിക. ഈ മാർക്ക് ആയിരിക്കില്ല, ഇത് രണ്ടിനെയും ഇടയിലുള്ള 527 28 ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങളുടെ കട്ട് ഓഫ് വരിക. ഓക്കെ, അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 525 മാർക്കൊക്കെ കഴിഞ്ഞ വർഷത്തെ, അല്ലെങ്കിൽ 530 മാർക്കൊക്കെ കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഓൾ ഇന്ത്യയിലെ ലാസ്റ്റ് റാങ്ക്, ഇത് ഞാൻ MBBS ലാസ്റ്റ് റാങ്ക്, ഗവൺമെൻറ് MBBS ഓൾ ഇന്ത്യ കോട്ടയുടെ ലാസ്റ്റ് റാങ്കാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ആയിട്ട് MBBS കിട്ടാനുള്ള സാധ്യത നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ജനറൽ കാറ്റഗറി 24,800 റാങ്ക് വരെ കയറിപ്പോയിട്ടുണ്ട്. ആ ഒരു റാങ്കൊക്കെ വരാൻ പോകുന്നത് ഈ ഒരു മാർക്കിൻ്റെ ഇടയിലായിരിക്കും. 525 530-ൻ്റെ ഇടയിലുള്ളൊരു മാർക്കിലായിരിക്കും ഈ പറയുന്ന 25,000-ൻ്റെ ഉള്ളിലുള്ള ഒരു റാങ്ക് വരാൻ പോകുന്നത്. OBCയുടെ കട്ട് ഓഫ് വലിയ മാറ്റമൊന്നുമില്ല കഴിഞ്ഞ വർഷത്തെ. അതായത് ഇത് നമ്മൾ റാങ്കാണ് നോക്കുന്നത്, മാർക്കല്ല, ലാസ്റ്റ് റാങ്കിൻ്റെ റാങ്കാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് വേണം ഇതിനെ കൺസിഡർ ചെയ്യാൻ. നമ്മൾ ഈ ഓൾ ഇന്ത്യ കോട്ട നമ്മുടെ അവസാന റൗണ്ട് ലാസ്റ്റ് റൗണ്ട് അലോട്ട്മെൻ്റ് ആണ് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്. ദിസ് ഈസ് അബൌട്ട് ലാസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ്. നിങ്ങൾക്ക് അവസാന റൗണ്ട് അലോട്ട്മെൻറ്റിലെങ്കിലും നിങ്ങളുടെ റാങ്ക് വെച്ച് ഇന്ത്യയിലെ ഏതെങ്കിലുമൊക്കെ മെഡിക്കൽ കോളേജ്, നമുക്ക് എവിടെ MBBS പഠിക്കാൻ അവസരം കിട്ടില്ല, യു ഗോ ദർ കേട്ടോ. എവിടെ കിട്ടിയാലും നിങ്ങളിപ്പോൾ MBBS കഴിഞ്ഞ് ഞങ്ങൾ PG ഒക്കെ എടുക്കാൻ പോകുമ്പോൾ PG നമുക്ക് കേരളത്തിൽ കിട്ടണമെന്ന് വാശി പിടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അയാൾ നല്ല മാർക്കും ഇതൊക്കെ ഉള്ള ആളാണ്. പക്ഷേ അയാൾക്കൊരു വാശി ഉണ്ടായിരുന്നു, എനിക്ക് ഇന്ന സ്ഥലത്ത് കിട്ടിയാലേ ഞാൻ പോകത്തുള്ളൂ എന്ന്. ഫൈനലി അയാൾ അത് ഗീവ് അപ്പ് ചെയ്യേണ്ടി വന്നു. അയാൾ ഒരു കിട്ടിയിട്ടും പോവാതിരുന്ന്, പിന്നെ അടുത്ത വർഷം കിട്ടാതിരുന്ന്, പിന്നെ ലാസ്റ്റ് കിട്ടിയത്
അടുത്ത് പോകേണ്ടത്. ലുക്ക്, നമുക്ക് അങ്ങനെ നമ്മൾ ഡോക്ടേഴ്സാണ്, വി ആർ ഗോയിങ് ടു ബി ഡോക്ടേഴ്സ്, വി ആർ ഗോയിങ് ടു ട്രീറ്റ് പേഷ്യൻസ് അല്ലേ. ഇപ്പോൾ IAS ഒക്കെ പഠിക്കുന്ന ആളുകളൊക്കെ എങ്ങനെയാണ്, അവർ സിവിൽ സർവീസ് കിട്ടിയിട്ട് കേരള കേഡർ കിട്ടിയാലേ വർക്ക് ചെയ്യുള്ളൂ. നോ, നിങ്ങൾ ഇപ്പോൾ നമുക്കറിയാവുന്ന നമ്മുടെ കേരളത്തിലെ പല പല IAS ഓഫീസേഴ്സ് അവർ വർക്ക് ചെയ്യുന്നത് ഗുജറാത്തിലോ ബംഗാളിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ലുക്ക്, നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വർക്ക് ആണെങ്കിൽ യു ഗോ എനിവേർ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പാഷൻ മെഡിസിൻ ആണെങ്കിൽ യു ക്യാൻ സ്റ്റഡി ഫ്രം എനിവേർ. ഓക്കെ, എവിടെ കിട്ടിയാലും നിങ്ങൾ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു നെക്സ്റ്റ് ഇയർ ഒരു റിപ്പീറ്റിന് കൂടെ ഒന്ന് ഇരിക്കുക, അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, വാട്ട് എവർ. അപ്പോൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ആയിട്ട് ലാസ്റ്റിലെങ്കിലും നിങ്ങൾക്ക് കിട്ടാൻ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 24,800 വരണം. ദെൻ 24,900 OBC, വലിയ മാറ്റമൊന്നുമില്ല, ഒരു 100 റാങ്കിൻ്റെ വ്യത്യാസം. EWS ആകുമ്പോൾ കുറച്ചുകൂടെ സാധ്യത ഞാൻ പറഞ്ഞ പോലെ കൂടുതലാണ്. 28,000 വരെ കഴിഞ്ഞ വർഷം ലാസ്റ്റ് റൗണ്ടിൽ കയറിപ്പോയിട്ടുണ്ട്. SC ആകുമ്പോൾ 1,33,000, 1,34,000 കയറിയിട്ടുണ്ട്. ST 1,67,000 ഓൾ ഇന്ത്യ കോട്ട കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കട്ട് ഓഫ് ഈ ഒരു റേഞ്ചിൽ നിങ്ങളുടെ ഒരു ഫൈനൽ ലെവലിലെങ്കിലും നിങ്ങൾ കയറാനുള്ള നിങ്ങളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അവസാന റൗണ്ടിലെങ്കിലും കയറാൻ ഈ ഒരു റേഞ്ചിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി കേരളത്തിലെ ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് പോകുന്ന, ഇപ്പോൾ ഓൾ ഇന്ത്യയിലെ ഇപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ കുട്ടികൾ, ഇപ്പോൾ സാധാരണ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന മെഡിക്കൽ കോളേജാണ് മൗലാന ആസാദൊക്കെ, പക്ഷേ അങ്ങനെയൊക്കെ കയറിപ്പോകുന്ന ആളുകളൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. ഇപ്പോൾ എന്നോട് ആരോ ചോദിച്ചു, സാറേ കഴിഞ്ഞ വർഷമൊക്കെ കേരളത്തിലെ ടോപ്പ് റാങ്ക് കിട്ടിയ കുട്ടികൾ മൗലാന ആസാദിലേക്കൊക്കെ പോയിട്ടുണ്ടാവൂലേ, അവർക്ക് ഇപ്രാവശ്യം കിട്ടൂലല്ലോ, അപ്പോൾ അവർ കൂടെ കേരളത്തിലേക്ക് വരില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ പൊതുവെ മലയാളി കുട്ടികൾ അങ്ങനെ ഇന്ത്യയിലെ ബാക്കി വലിയ മൗലാന ആസാദ്, ലേഡി ഹാർഡിംഗ് ഒക്കെ പോലെയുള്ള വലിയ മെഡിക്കൽ കോളേജ് വേറെ ഉണ്ട് ടോപ്പ് റാങ്ക്, പക്ഷെ അവിടേക്കൊന്നും നമ്മൾ പോകാറില്ല. നമ്മൾ യൂഷ്വൽ പ്രിഫർ ചെയ്യുന്ന രണ്ടെണ്ണം ഇതാണ്. അപ്പോൾ ഇവിടേക്ക് ഉള്ള കുട്ടികളുടെ എണ്ണം കുറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ഇത്തരമൊക്കെ മെഡിക്കൽ കോളേജുകളിൽ കുറച്ചുകൂടെ കോമ്പറ്റീഷൻ ചെറിയൊരളവിൽ കൂടും. ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം നോക്കൂ, ടോപ്പ് റാങ്കുകളെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ എണ്ണം കുറവാണ്. സീരിയസ്ലി കുറവാണ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ റാങ്കിലും കേരളത്തിലെ കുട്ടികളുടെ എണ്ണം കുറയുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ടയിലും കേരളത്തിൽ നിന്ന് കയറുന്ന കുട്ടികൾ കുറയാൻ സാധ്യതയുണ്ട്. ഓൾ ഇന്ത്യ കോട്ടയിലും കേരളത്തിൽ നിന്ന് കയറുന്ന കുട്ടികൾ കുറയാൻ സാധ്യതയുണ്ട്. ഔട്ട്സൈഡേഴ്സ് അടിച്ചു കയറാൻ ഓൾ ഇന്ത്യ കോട്ടയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക്. ഇപ്പോൾ ഈ ഓൾ ഇന്ത്യ കോട്ട എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഓൺലി ടു കേരള അല്ലേ, കേരളത്തിലേക്ക് മോസ്റ്റ്ലി കേരള കുട്ടികളാണെങ്കിൽ ഔട്ട്സൈഡ് കേരളത്തിലെ കുട്ടികൾ, ഇപ്പോൾ തമിഴ്നാടുള്ള ഓൾ ഇന്ത്യ കോട്ട സീറ്റിലേക്കും മലയാളി കുട്ടികൾ അടിച്ചു കയറുന്ന സാഹചര്യം മുമ്പുണ്ട്. കർണാടകയിലേക്കും മറ്റ് നോർത്ത് ഇന്ത്യയിലൊക്കെ കോളേജുകളിലേക്ക്, എസ്പെഷ്യലി നമ്മൾ കർണാടക തമിഴ്നാടായിരുന്നു നമ്മുടെ കുട്ടികൾ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുക. അത്തരം കോളേജിലേക്കൊക്കെ നമ്മുടെ കുട്ടികൾ അടിച്ചു കയറുന്ന ഒരു സാഹചര്യത്തിന് പകരം മറ്റുള്ളവർ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാലും കേരളത്തിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ്, കേരളത്തിലൊരു മെഡിക്കൽ കോളേജിൽ പഠിക്കുക എന്നുള്ളത് ചെറിയ മാർക്ക് കുറഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ട് ആവാനുള്ള സാധ്യത, കുറച്ചുകൂടെ താഴോട്ട് മാർക്കുള്ള ഈ ബോർഡർ ലൈനിലേക്ക് മാർക്കുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ടായിട്ടിരിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്കൊരു പ്രൈമറി കിട്ടുന്ന ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ആൻഡ് വിശദമായ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഡാറ്റയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് പറയാൻ പറ്റും. ആൻഡ് ഗൈസ്, ഒരു കാര്യം ഞാൻ പറയാം, നോക്കൂ, നിങ്ങൾ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ്, അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ, അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനും നിങ്ങളെ ഗൈഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളൊരു അലോട്ട്മെൻറ്റ് ഹെൽപ്പ് ഡെസ്ക്, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തതായിരുന്നു. നമ്മളെ ഡോക്ടർ അസ്ലക് ആയിരുന്നു ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളെയും കുറിച്ച് കൃത്യമായ ഡാറ്റയും വിവരങ്ങളും ഒക്കെ തരും. അതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് MBBS, അതിൻ്റെ ഓപ്ഷൻസ്, BDS, അതുമായി ബന്ധപ്പെട്ടതൊക്കെ, ഇതിൻ്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡാറ്റകളൊക്കെ തരാൻ വേണ്ടിയിട്ട് ആ ഒരു കമ്മ്യൂണിറ്റി ഹെൽപ്ഫുൾ ആയിരിക്കും. വിൽ ഗെറ്റ് എവറിഥിങ് ഫ്രം ദർ. വേറെ എവിടെയും നോക്കേണ്ടാത്ത രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റിയോട് കൂടി തരും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നമ്മുടെ അഡ്മിനെല്ലാം മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ആ ഒരു അഡ്മിൻസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നേരിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും മറ്റുമൊക്കെ തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രീവിയസ് ഇയർ നമ്മൾ ഗ്രൂപ്പായിരുന്നെങ്കിൽ ദിസ് ഇയർ ഐ തോട്ട് ഒരു കമ്മ്യൂണിറ്റി മതി. നിങ്ങളുടെ നമ്പേഴ്സും പ്രൈവസി അവിടെ കീപ്പ് ചെയ്യപ്പെടണമല്ലോ. അപ്പോൾ നിങ്ങളുടെ നമ്പർ വേറെ ആർക്കും കാണാൻ പറ്റില്ല കമ്മ്യൂണിറ്റിയിൽ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ബെനിഫിറ്റ് അതാണ്, നിങ്ങളുടെ പ്രൈവസി മാനിക്കപ്പെടും. അതേ സമയത്ത് നിങ്ങൾക്ക് അഡ്മിനുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അഡ്മിനുമായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി തന്നെ എല്ലാം അഡ്മിനുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ആൻഡ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം.
ആൻഡ് അതുമാത്രമല്ല, ഇനി റാങ്ക് കുറഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഒരു 510 ചിലപ്പോൾ കട്ട് ഓഫ് താഴുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് കുട്ടികൾ 506, 507, 510, 515, 520 മാർക്കുള്ള കുട്ടികൾ, അവർ ഒരു റിപ്പീറ്റ് ഒന്നും വേണ്ടി വരില്ല, ഞങ്ങൾക്ക് ഇപ്രാവശ്യം തന്നെ കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ MBBS തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലിരുന്ന പല കുട്ടികളും ഇന്ന് ഡെസ്പറേറ്റ് ആയിട്ടുണ്ട്. ഇന്ന് അവരെ റിയാലിറ്റിയിലേക്ക് കുറച്ചുകൂടെ ആ ഒരു ഹാർഷ് റിയാലിറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു മാർക്ക് കൊണ്ട് നമുക്ക് ഗവൺമെൻറ് MBBS കിട്ടില്ല. അപ്പോൾ അത്തരം കുട്ടികൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, വാട്ട് ഈസ് നെക്സ്റ്റ് അല്ലേ? സെൽഫ് ഫിനാൻസിങ് MBBS ഞങ്ങൾ അതിലേക്ക് പോകണോ? കേരളത്തിലും പുറത്തുമുള്ള അനേകം ഓപ്ഷൻസ് ഉണ്ട്. അവിടെയൊക്കെ പോവുകയാണെങ്കിൽ അവിടുത്തെ ഒരു ഫീയും സ്ട്രക്ചറൊക്കെ എങ്ങനെ വരും, അതിൻ്റെ ബെനഫിറ്റ്സ്, അതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എന്തൊക്കെയാണ്. അതുപോലെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BDS, ഇപ്പോൾ BDSൻ്റെ ഒരു കേസ് ഞാൻ പറയും ഒരിക്കലും പ്രൈവറ്റിൽ BDS എടുക്കരുത് പറയും. കാരണം എന്താ, BDS എന്ന് പറയുന്നതിൽ മെയിൻലി നിങ്ങളുടെ പ്രാക്ടിക്കൽ നോളജാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മോർ ദാൻ MBBS പോലും അത്ര അധികം പ്രാക്ടിക്കൽ നോളജ് വേണ്ടി വരില്ല. കാരണം BDS ഹാൻഡ്സ് ഓൺ ആണ്. എല്ലാം നിങ്ങൾ വർക്കിംഗ് ആണ്. യുവർ ഒരു സർജൻ എന്നുള്ള ആ പേരിന് അസ്പെക്റ്റ് അങ്ങനെ തന്നെ, യുവർ വർക്കിംഗ്. അപ്പോൾ പല്ലാണെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും ഡിഫിക്കൽറ്റിയാണ്. നമ്മൾ വിചാരിക്കുന്നത് വലിയ സ്ഥലത്ത് വർക്ക് ചെയ്യുക എന്നുള്ളതല്ല ഡിഫിക്കൽറ്റി, ചെറിയ സ്ഥലത്ത്. അപ്പോൾ BDSന് ഡിഫിക്കൽറ്റി ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഇറ്റ് ഹാസ് ദാറ്റ് ഡിഫിക്കൽറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൂടുതൽ ഹാൻഡ്സ് ഓൺ നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങൾക്ക് കൂടുതൽ പേഷ്യൻസിനെ കിട്ടുന്ന, കൂടുതൽ പേഷ്യൻസുമ്പോൾ വർക്ക് ചെയ്യാനൊക്കെ കിട്ടുന്ന ഹോസ്പിറ്റൽസിലേക്കാണ് പോകേണ്ടത്. എൻ്റെ ഒരു അനുഭവം, ഞാൻ പണ്ട് കുഞ്ഞായിരിക്കുന്ന, അത് കുഞ്ഞൊന്നുമല്ല, ഞാൻ എൻട്രൻസ് എഴുതിയിട്ട് റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ പല്ല് കാണിക്കാൻ ഒരു ഹോസ്പിറ്റലിൽ പോയി, ഒരു മെഡിക്കൽ കോളേജ്, ഒരു പ്രൈവറ്റ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ്, സാറേ അല്ല ബ്രോ, നിങ്ങൾ അടുത്തൊരു ഇന്ന ദിവസം വരും, എന്താ അന്ന് എനിക്ക് പരീക്ഷയാണ്, പരീക്ഷയ്ക്ക് ആരും ഇല്ല, ഒരു പേഷ്യൻ്റ് ആയിട്ട് വരുമെന്ന്. പക്ഷേ നിങ്ങൾ മെഡിക്കൽ കോളേജുകളിലേക്ക് പോയാൽ യു ഗെറ്റ് ഇനഫ് പേഷ്യൻസ്. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. പ്രൈവറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹാൻഡ്സ് ഓൺ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ BDS നിങ്ങൾ ഇൻ കേസ് ഒരു ഓപ്ഷനായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ആയുഷ് കോഴ്സസ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും പലർക്കും ഒരു ക്ലാരിറ്റി ഒന്നും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല പൂർണ്ണമായിട്ട്. നിങ്ങൾക്ക് പേഴ്സണലി ഇൻറ്ററാക്ട് ചെയ്താൽ തന്നെ കിട്ടുള്ളൂ. നമുക്കറിയാവുന്ന BAMS, BHMS, BUMS, BSMS. Look, it all has another side which you don't know. നമ്മൾ ഡോക്ടേഴ്സ് എന്നുള്ള പേരെ കേൾക്കുന്നുള്ളൂ എങ്കിലും അതിൻ്റെ സൈഡിൽ വേറെ കുറേ കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ ഈ നല്ല ധാരണയോട് കൂടി, നമ്മൾ ഏതെങ്കിലും നമ്മുടെ കുടുംബത്തിലെ അമ്മാവന്മാരോ നമ്മൾ നാട്ടിലുള്ള ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ ഒന്നുമല്ല നമ്മൾ നമ്മുടെ ഭാവിയെ തീരുമാനിക്കേണ്ടത്. ബിക്കോസ് യൂട്യൂബിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത്തരമൊക്കെ പല ആൾക്കാരും. ഇപ്പോൾ നമുക്കറിയാം, ഇറ്റ്സ് ഓൾ അബൌട്ട് ഞാനെന്തോ സംഭവമാണെന്ന് ഞാൻ കാണിക്കുന്നിടത്താണ് വർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ കാണിച്ച് നടക്കുന്ന ആളുകളെ കണ്ടിട്ട് നമ്മൾ ഫീൽ ചെയ്യും, ഇതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ലൈഫ് സക്സസ്ഫുൾ ആവുന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അതൊക്കെ അല്ല, അതിൻ്റെ റിയാലിറ്റി ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ആ റിയാലിറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ കോഴ്സസ് ഒക്കെ നിങ്ങൾ എടുക്കാൻ. ആൻഡ് അഗ്രികൾച്ചർ, അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ പൂർണ്ണമായിട്ട് ഫുൾ ലെവലിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മൾട്ടിപ്പിൾ വെബിനാർ സെഷൻസ് പലപ്പോഴും വേണ്ടി വന്നേക്കാം. എനിവേ നമ്മൾ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ദറ്റ് നോട്ട് ഓൺലി മീ, ഈ എല്ലാ മേഖലകളിൽ നിന്നുള്ള എക്സ്പേർട്സ് അതിനകത്തുണ്ടാവും. MBBS ആണെങ്കിൽ അതുണ്ട്, ദെൻ BDS, ആയുഷ്, അഗ്രി, എല്ലാ മേഖലകളിൽ നിന്നുമുള്ള എക്സ്പേർട്സ് പങ്കെടുക്കുന്ന. എക്സ്പേർട്സ് മീൻസ് അറ്റ്ലീസ്റ്റ് അത് പഠിച്ചിറങ്ങി ആ ഫീൽഡിലുള്ള ആളുകൾ റിയാലിറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു വെബിനാർ സെഷൻ നമ്മൾ വെക്കുന്നുണ്ട്. ആൻഡ് ദർ ആർ മെനി മോർ ഓപ്ഷൻസ് ഫോർ യു. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ ഓപ്ഷൻസിനെ കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ വെബിനാറിൽ നിങ്ങൾ എന്താ പറയുക, പങ്കെടുക്കാൻ നിങ്ങൾക്കൊരു ഫോം, വെബിനാറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കണമെങ്കിൽ ഞാനൊരു ഫോം ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോം നിങ്ങളെല്ലാവരും ഫില്ല് ചെയ്യുക. എന്നിട്ട് ആ ഒരു വെബിനാറിൽ പങ്കെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ കിട്ടും. അപ്പോൾ എനിവേ, റാങ്ക് കിട്ടിയവർക്കും പഠിച്ച എല്ലാവർക്കും, റാങ്ക് കിട്ടിയവർക്കും കിട്ടാത്തവർക്കൊക്കെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് 1000 അഭിനന്ദനങ്ങൾ. നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ഇനിയും സ്വപ്നം കാണുക, വലിയ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെല്ലാവരും എത്തിപ്പെടുത്തുക. ഓൾ ദ ബെസ്റ്റ്. ബൈ.